ഹായ് ഓൾ, അസ്സാം വലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നെയിൽ ഹോസ്പിറ്റലായതിൻ്റെ 2 വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടേനു. അപ്പോൾ ഈ വീഡിയോ മുമ്പേ ഞാൻ എഡിറ്റാക്കി വെച്ചിന്. വോയിസ് ഓവർ കൊടുക്കാൻ കുറേ ലേറ്റായിപ്പോയി. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഫ്രീ ടൈം ആയതുകൊണ്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ച്. നെയിലുക്കാങ്കിൽ റൂമിൽ ഒറ്റക്കായിട്ട് എന്തോ പോലെ ഉണ്ടേനു. ഫസ്റ്റ് ഡേ പോലെ അല്ലല്ലോ, പിന്നെ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ 4 ദിവസം അവിടെ അഡ്മിറ്റ് ആയിനു. അപ്പോൾ റൂമിൽ ഒരാളിങ്ങനെ ബുക്സ് എല്ലാം വെക്കാൻ വേണ്ടി വന്നേരം അങ്ങനെ ഒരു കളറിങ് ബുക്ക് വാങ്ങിക്കൊടുത്തതാണ്. പിന്നെ അത് കിട്ടിയാലും കുറച്ചോളം ഓക്കെ ആയി. പക്ഷേ പിന്നെയും ഓള് ബോഡി വീക്കാകുമ്പം പിന്നെയും റെസ്റ്റ് എടുക്കും. കഴിയാത്ത ടൈമിൽ അങ്ങനെ എല്ലാത്തരം ഇങ്ങനെ എണീച്ചിങ്ങനെ എൻ്റെ കൂടെ പുറത്ത് വരാനെല്ലാം ചോദിക്കും. പക്ഷേ അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ ഇല്ലേ, ഇത് പാൽ കപ്പയാണ്. എൻ്റെ സിസ്റ്റർ കൊണ്ട് തന്നെയാണ്. മാഷാല്ലാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പ്രത്യേകിച്ചൊരു ടേസ്റ്റ്. നമുക്ക് വീട്ടിലെ ഫുഡ് കഴിക്കുമ്പം ഒരു പ്രത്യേക ഒരു ഇതല്ലേ. പിന്നെ അന്ന് തന്നെ നൂറിനെ കൂട്ടി വന്നിട്ടുണ്ടേനു നെയിലാകെ ചൊറയാക്കിയിട്ട്. അങ്ങനെ ഓളെ കൂട്ടിയിട്ട് ഞാൻ നെയിലൂന് ഇളനീർ വാങ്ങാൻ വേണ്ടി പോയതേനു. അപ്പോൾ ധനലക്ഷ്മി ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആക്കിയത്. അതിൻ്റെ നേരെ മുമ്പിലുണ്ട് ഒരു പ്രായമായ ആളിങ്ങനെ ഇളനീർ വെക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ എനിക്കറിയില്ലേനു, ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. എന്നിട്ട് വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഈ ഒരു ഉപ്പാപ്പാനെ ഇങ്ങനെ കണ്ടത്. അപ്പോൾ പിന്നെ എനിക്കെന്തോ പോലെയായി. പിന്നെ എല്ലാ ദിവസവും ഞാൻ ഓരോടത്തു നിന്ന് തന്നെയാണ് വാങ്ങിയത്. ഓറിങ്ങനെ എന്നെ നല്ല പരിചയമായി, ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് ഇവൾ ഫുഡ് കഴിക്കാനെല്ലാം ഭയങ്കര കളിയേനു. ആ ടൈമിൽ ഞാൻ പിന്നെ ഇളനീറാണെങ്കിൽ ഇളനീറും വിചാരിച്ചിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കൊടുക്കും. വെള്ളമെല്ലാം കുടിച്ചാൽ നല്ലൊരു ഇതല്ലേ വിചാരിച്ചിട്ട്. അപ്പോൾ എന്നെ നല്ല പരിചയമായിട്ട് ഓറിങ്ങനെ ഓരോ പ്രയാസങ്ങളും കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ടേനു. ഞാൻ ആളെ വീഡിയോയിൽ കാണിക്കണമെന്ന് വിചാരിച്ചിന്, പിന്നെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇത് നെയിലു കരയുന്നത് നൂറ് ഉമ്മാൻ്റെ കൂടെ ഒന്ന് വീട്ടിൽ പോയിനേനു. ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടെല്ലാം ഒന്ന് ഡ്രസ്സെല്ലാം എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളെ കൊണ്ടാക്കാൻ പോയതാന്ന് ചോദിച്ചിട്ട് കരയുന്നതാണ്. ഈവനിങ് ആയിരം തന്നെ നൂറ് തിരിച്ച് വന്നിട്ടുണ്ടേനു. ഇപ്പോൾ അൽഹംദുലില്ലാ വീട്ടിലെത്തി സുഖമായിരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.